DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുമെന്നാണ് പ്രവചനം. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ശനിയാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ആദായനികുതി നിയമങ്ങൾ പ്രകാരം ബാങ്ക് ഇടപാടുകളിൽ ആദായനികുതി വകുപ്പ് അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. പ്രധാനമായും വലിയ തുകയുടെ പണമിടപാടുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി ബാങ്കുകൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ ആകെ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ബാങ്കുകൾ ഈ വിവരം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വഴി ആദായനികുതി വകുപ്പിനെ അറിയിക്കും. മുമ്പ് ഒരു ദിവസത്തെ ഇടപാടിനായിരുന്നു മുൻഗണനയെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തെ മൊത്തം തുകയാണ് കണക്കിലെടുക്കുന്നത്. അതുപോലെ ഒരു വർഷം മൊത്തം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്ഥിര നിക്ഷേപങ്ങൾ നടത്തുന്നതിനും പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമാക്കുകയും ആ വിവരങ്ങൾ വകുപ്പിന് കൈമാറുകയും ചെയ്യും. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ഇന്ധനക്ഷാമം പരിഗണിച്ച് ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് 26-ാം ദിവസവും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് 46-ാം ദിവസവും മാത്രമേ അടുത്ത സിലിണ്ടറിനായി ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിലിണ്ടർ വീട്ടിലെത്തിക്കുമ്പോൾ നൽകേണ്ട ട്രാൻസ്പോർട്ടേഷൻ ചാർജിനെ കുറിച്ച് ഉപഭോക്താക്കൾ ബോധവാന്മാരായിരിക്കണം. ഗ്യാസ് ഏജൻസിയിൽ നിന്ന് 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് നിങ്ങളുടെ വീടെങ്കിൽ അധിക ചാർജ് നൽകേണ്ടതില്ല. അതായത് ഡെലിവറി ഫ്രീ ആയിരിക്കും. ഇവർ ഒരു തുകയും നൽകേണ്ടതില്ല. എന്നാൽ ദൂരക്കൂടുതൽ അനുസരിച്ച് പരമാവധി 50 രൂപ വരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഈടാക്കാം. നിലവിൽ 922 രൂപ മുതൽ 930 രൂപ വരെയാണ് സിലിണ്ടറിന്റെ അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത അറിയിപ്പ് സ്വന്തം പേരിൽ കുറഞ്ഞത് 5 സെന്റ് ഭൂമിയെങ്കിലും കൈവശമുള്ള കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ ധനസഹായമായി ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 3 തുല്യ ഗഡുക്കളായി 2000 രൂപ വീതമാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നത്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടും EKYC നടപടികളും പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ആദായനികുതി അടക്കുന്നവർ, മാസത്തിൽ 10000 രൂപയിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റുന്നവർ, ഡോക്ടർമാർ, വക്കീലന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അപേക്ഷകർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, കരമടച്ച രസീത് തുടങ്ങിയവ ഹാജരാക്കേണ്ടതുണ്ട്. അർഹതയുള്ളവർ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് അംഗമാകുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.